ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ദെൻ കായപ്പൊടി വേണം, പിന്നെ ശർക്കര അത് നമ്മൾ ഉരുക്കി പാനിയായിരിക്കും യൂസ് ചെയ്യുക, ദെൻ പുളിവെള്ളവും ആയിരിക്കും ഉപയോഗിക്കുക, ദെൻ വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത് നമ്മൾ പേസ്റ്റാക്കി ഉപയോഗിക്കും, ദെൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇഞ്ചി സ്ലൈസസ് ആക്കി അരിഞ്ഞതാണ്. പിന്നെ ഉണ്ടാക്കുന്നത് ഒരു പാൻ എടുക്കുക, ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, അതിലേക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് ഈ ഒരു എണ്ണയിൽ ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും അതിനെ കോരി മാറ്റി വയ്ക്കുക. ദെൻ അതേ എണ്ണയിൽ തന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് നല്ലതായിട്ട് ബ്രൗണിഷ് ഷെയ്ഡ് ഒന്ന് അടച്ചു വെച്ചിട്ട് അതിനൊന്ന് മാറ്റി വെച്ചിട്ട് അതേ എണ്ണയിൽ തന്നെ കടുക് ഇടുക, വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഇടുക. അത് കഴിഞ്ഞൊന്ന് സോർട്ട് ചെയ്യുക. ദെൻ നമ്മൾ ഇതിലോട്ട് നമ്മുടെ മസാലക്കൂട്ടുകളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ സോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു നല്ല മണം വരും. പിന്നെയാണ് നമ്മൾ ഇതിലോട്ട് നമ്മുടെ പുളിവെള്ളം ആഡ് ചെയ്യുന്നത്. ദെൻ അത് ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്കും അതിൽ നമ്മൾ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി റോസ്റ്റ് ചെയ്തത് അതിന് ഇതിലോട്ട് ആഡ് ചെയ്യുക. ദെൻ സോർട്ട് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം പിന്നെ നമ്മൾ അതിനു മുമ്പ് മാറ്റി വെച്ചിരുന്ന ചെറിയ ഉള്ളിയുടെ റോസ്റ്റ് ചെയ്തത് അത് ആഡ് ചെയ്യുക. പിന്നെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ദെൻ ആവശ്യത്തിന് വെള്ളം, നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് തിള വന്നതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കര പാനി ആഡ് ചെയ്യുക. ഇതാണ് ഇതിന് നല്ല സ്വീറ്റ്നെസ് കൊടുക്കുന്നത്. പിന്നെ ഒരു 2-3 മിനിറ്റ് നന്നായി തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. അത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിക്കറി റെഡി. ബൈ ബൈ.